ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ജഗദീഷേട്ട ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ടിപ്പു സുൽത്താനുമായിട്ടാണ്. ടിപ്പു സുൽത്താൻ അങ്ങനെ ആരും ഇല്ല. ഹൈദരാലി ദൈവമേ കാണാതിരിക്കട്ടെ. ഹൈദരാലി ഒരു അനുഭവം എല്ലാവർക്കും. ഹൈദരാലിയെ മറക്കില്ല. മമ്മിയെക്കുറിച്ച് ഇറങ്ങട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾ തമ്മിലുള്ള ആ കോംബോ ഒക്കെ? അല്ല, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിലൊരു കോംബോ എന്ന് പറയുമ്പോൾ ഞാനും ഐശ്വര്യം ഒരുമിച്ചാണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഈ കോംബോ കംപ്ലീറ്റ് ആവണമെങ്കിൽ വേറൊരാളും കൂടി ഉണ്ടല്ലോ, അതാണ് മമ്മി. ആ കോംബോ അതാണ് ഈ കോംബോ കംപ്ലീറ്റ് ആവുന്ന അവിടെ വെച്ചിട്ടാണ്. മമ്മി ഇങ്ങനെ വിളിക്കാമായിരുന്നു. കത്തിയൊക്കെ വന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പിള്ളേർക്കും ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ കുറേ നാൾ കൂടിയിട്ട് ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ സിനിമ ചെയ്യാൻ തോന്നിയത്. ഈ സിനിമ ലഭിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആ തമാശകൾ പറയുമ്പോൾ അത് ആ സിനിമയിൽ എന്തുമാത്രം ഉൾക്കൊണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുക. നമ്മൾ ചില ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ ഈ സീരിയസ് ആയി മാറുക. അതെ അല്ല, ഇതൊരു വ്യത്യസ്തമായി നമുക്ക് തോന്നി. അതെ, ഈ സിനിമയുടെ ഒരു സ്വഭാവത്തിൽ തന്നെ നമുക്ക് ഇന്റർവ്യൂ നിൽക്കുന്നതാണ് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നുന്നു. അല്ലേ, നമ്മൾ കുറെ ആയി കണ്ടിട്ട് ഇപ്പൊ അല്ലേ? നമ്മള് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് കുറെ ആയി ഇങ്ങോട്ട് ഒരു വർഷം ഓഗസ്റ്റ് 24 നവംബർ 21 ഒരു വർഷം 2 മാസമായി. എന്താ ഐശ്വര്യ പെട്ടെന്ന് ദൈവമേ കാണാതിരിക്കട്ടെ. പക്ഷേ അങ്ങനെ പറഞ്ഞോ? മനസ്സിൽ പറഞ്ഞു എത്തിച്ചിട്ടില്ല. ഐശ്വര്യ ഒരു ചെറിയ മണ്ടത്തിനെ മാത്രം പറഞ്ഞു കേട്ടോ. എന്നോട് പറഞ്ഞു ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ജഗദീഷേട്ട ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ടിപ്പു സുൽത്താനുമായിട്ടാണ്. ടിപ്പു സുൽത്താൻ അങ്ങനെ ആരും ഇല്ല. ഹൈദരാലി സത്യം. നമ്മൾ സിറ്റിംഗ് പോകണം. അത് അവർ ഒട്ടക്കി പിരിക്കുക. അതിന് എന്റെ മുമ്പിൽ ഇരിക്കണം. ഞാൻ പറഞ്ഞു ഹൈദരാലി. ഓ സോറി ഹൈദരാലി. പക്ഷേ എനിക്ക് ഇത്രയും ജികെ അറിയാവുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല അതില്ല. അതൊരിക്കലും ഇല്ലാന്നല്ലേ ഇച്ചിരി മാറിപ്പോയി. ഞാനിവിടെ ഈ പറ്റുന്നുണ്ട് ഈ ജോണി ചേട്ടന്റെ മൈൻഡ് വോയിസ് പിടിക്കാൻ വേണ്ടി പോവാ. ചിരി വരും. അവസാനം ചിരി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. അതാണ് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടൊരു ചോദ്യം വരുന്നത്. കാണാതിരിക്കട്ടെ ദൈവമേ. അടിപൊളി. ശരിക്കും ഇന്നത്തേക്ക് കേട്ടോ. എന്ത് മമ്മിയെക്കുറിച്ച് ഇറങ്ങട്ടെ. സെക്കൻഡ് എന്തായാലും അങ്ങനെ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറക്റ്റ് ഡേറ്റും കറക്റ്റ് മാസവും ദിവസം വരെ പറഞ്ഞിട്ട് ആക്കിങ്ങോട്ടയുടെ ഇന്റർവ്യൂ വരെ പറഞ്ഞത്. അപ്പൊ ഓർത്തിരിക്കണം നമ്മൾ തമ്മിൽ എന്നുണ്ട്. അത് മനസ്സിലായോ ജോണിച്ചാണ്? അതിനൊരു തമാശ ഹൈദരാലി ഒരു അനുഭവം എല്ലാവർക്കും. ഹൈദരാലിയെ മറക്കില്ല. ഇല്ല, പക്ഷെ ആള് ഇപ്പൊ നല്ല അടുത്തത് ഓക്കെ. നമുക്ക് സിനിമയിലേക്കൊന്ന് വരാം. ഇപ്പം നേരത്തെ ഷെർഫിൻ്റെ അടുത്ത് നിങ്ങൾ തമ്മിലുള്ള കോമ്പോ മാത്രമല്ല, എല്ലാവരും കൂടുമ്പോഴാണ് ആ സിനിമയ്ക്ക് ഒരു വലിപ്പം ഉണ്ടാകുന്നത്, സിനിമയിലുണ്ടാകുന്നത്. എങ്ങനെയാണ് അച്ഛൻ എന്ന നിലയിൽ ഈ സിനിമയിലെ ജഗദീഷ് ചേട്ടൻ? ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടൊരു പേഴ്സൺ ആണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സീൻസിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. പിന്നെ ബേസിക്കലി സാൻജു റൈറ്റർ, വൈശാഖ് ഞങ്ങളുടെ ഡയറക്ടറാണ്. സർ ഇത്രയും സീനിയർ ആക്ടറായിട്ടും ഇവർ പറയുന്നതെല്ലാം അതേപോലെ കേട്ട്, അല്ലെങ്കിൽ സാറിൻ്റെ ഇൻപുട്സ് അവരോട് പറഞ്ഞ് അവർ പറയുന്നത് മാത്രം ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത ഒരു പെർഫോമൻസ് ആണ് ചെയ്തത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കെട്ടിപ്പിടിക്കും. അപ്പോൾ സാറിന് ഫുൾ മസിലൊക്കെ വെച്ചിട്ട് പിടിപ്പിക്കും മതി എന്നുള്ള രീതിയിലൊക്കെ. ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാണ്.
ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ ഒരു സബ്ജക്ട് കേട്ടത് ഇത് എനിക്ക് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് എന്നൊരു കഥ കേട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട്. ഫാമിലി സബ്ജക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് അങ്ങനെ അടുക്കാൻ തോന്നിയത് എന്താണ്? കഥ രസമുണ്ടായിരുന്നു, കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓൾറെഡി ഷർഫുക്ക ആസ് എ ഹീറോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറും സ്റ്റെഫി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, രസമുള്ള ക്യാരക്ടറായിരിക്കും, എന്നെ ഇങ്ങനെ മലയാളികൾക്ക് ഇങ്ങനെ കണ്ടാൽ ഇഷ്ടമാകുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഐശ്വര്യ ഇപ്പോൾ ഞാൻ പറയില്ല, ഒരു വർഷത്തോളം കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ട് പുതിയ സിനിമകൾ തമിഴിലേക്കൊക്കെ പോകുന്നുണ്ട്, തമിഴിൽ ആക്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് സിനിമകൾ വരാനുണ്ട്. ആ ഒരു ടൈമാണല്ലോ മലയാളത്തിലേക്ക് വരാനുള്ള താമസം വരുന്നത്. നല്ല കഥകൾ ഇവിടുന്ന് വന്നത് ഇപ്പോൾ ഹലോ മമ്മി വന്നപ്പോഴാണ് പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥയായിരുന്നു, ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്ത കഥയാണ്. ഈ ഷെഫുമായിട്ട് എങ്ങനെയാണ്? അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി അല്ലല്ല, ഷെറഫായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നാല് ഇപ്പൊ നമ്മളെല്ലാവരുമായിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു സീൻമേൽ നമ്മളെല്ലാവരും നല്ല ബന്ധമാണ്, റാപ്പോർട്ടുണ്ട്. പക്ഷെ സീനിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഷെറഫിന് തോന്നുന്നു അതിങ്ങനെയല്ലേ ചെയ്ത നന്നാവുക എന്നുള്ള ഒരു തോന്നല് ഷെറഫിന് തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാം ഷെറഫ അതിങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താലായിരിക്കും നന്നാവും. അവസാനം സംവിധായകനും റൈറ്ററും വന്ന് അതിൻ്റെ ഒരു നമുക്ക് യോജിപ്പുള്ള ഒരു മേഖലയിൽ കൊണ്ടെത്തിക്കും എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതിനകത്ത് അഭിപ്രായമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, നമ്മൾ സീനിലെ അവരവരുടെ അഭിപ്രായം നമ്മൾ എല്ലാവരും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യം അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കറക്റ്റ് ഏതാണെന്നുള്ളത് സംവിധായകനും റൈറ്ററും കൂടെ തീരുമാനിക്കുന്നത്. അത് അങ്ങനെയാണ് സീനുകളൊക്കെ നന്നാവുക. അല്ലാതെ എല്ലാം നമുക്ക് ചില സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് സംവിധായകൻ പറയുന്നത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ റാപ്പോർട്ടൊക്കെ വളരെ നല്ല റാപ്പോർട്ടാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നോ അല്ലെങ്കിൽ ഞാനും ഇവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നല്ല, അതിങ്ങനെ ചെയ്താൽ നന്നാവില്ലേ എന്ന് ഞാൻ ഷെറഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഷെറഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അല്ല ചേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും, ആ കോൺഫിഡൻസിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇവർ രണ്ടുപേരും, അതായത് ജഗദീഷ് ചേട്ടൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഷർഫ്ക്കയുടെ കൂടെയുള്ള സീനായിരുന്നു. പിന്നെ സെറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്രണ്ട്സ്, എഡിമാരും ഫ്രണ്ട്സും സാൻജോവും എല്ലാം വന്ന് പറയും ഇവരുടെ ഒരു സീൻ നമ്മൾ എടുത്തിട്ട് പോയി കണ്ടോ രസം, ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് അവരുടെ കെമിസ്ട്രി. നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ചേട്ടനിരിക്കുന്ന, അത് ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് കൊള്ളാലോ, ഭയങ്കര കെമിസ്ട്രി ആണ്. അല്ല, എനിക്ക് അഭിനയിച്ചപ്പോ എനിക്ക് ഷെറഫിനെ ഞാൻ കണ്ടിട്ടുള്ള ഒരുമിച്ച് അഭിനയിച്ച റോഷാക്കിലാണ്. റോഷാക്കിലെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. അത് രണ്ടുപേരും അത്യാവശ്യം എന്താ പറയാ ഒരു നന്മയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും അല്ല രണ്ടുപേരും. എൻ്റെ കൂടുതൽ ക്രൂവലാണ് അതിനകത്ത് അഷ്റഫ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അവിടെ വെച്ച് കണ്ട ഷറഫുദ്ദീൻ്റെ ആ പെർഫോമൻസ് അല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഷെയ്ഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഒരു ടാലൻറ്റഡ് ആക്ടർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറേ ഇമോഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം അതിനകത്ത് ഒരു ഗ്രാഫാണ്, ആ ഗ്രാഫ് തന്നെയാണ് ത്രൂ ഔട്ട് റോഷാക്കിലുള്ള. ആ വെച്ച് പിടിച്ചാൽ മതി. ഇതിലങ്ങനെ പിടിച്ചാൽ പറ്റില്ല. ഇതിന് ഹ്യൂമറുണ്ട്, ഇളകി കളിക്കേണ്ട ഹ്യൂമറുണ്ട്, പേടി പോകുന്നതിൻ്റെ സംഭവങ്ങളുണ്ട്. പേടി അഭിനയിക്കുക എന്നുള്ളത് ഈസി അല്ല. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പേടി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ വലിയ പാടുള്ളതാണ്. കാരണം എന്നൊരു വിളിയിൽ ഇവിടെ ഭയമുണ്ട്. ഭയമുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം ഭയമില്ലാത്ത അവസ്ഥയുണ്ട്, ഭയമുള്ള അവസ്ഥയുണ്ട്, പലതും ഉണ്ട്. അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. ആദ്യം ഭയമില്ലാത്ത വെച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ സിനിമ കണ്ടിട്ടില്ലോ. ഐശ്വര്യയുടെ ഒരു വിളിയുണ്ട്, മമ്മിന്ന് ആ നിന്നൊരു വിളി. മമ്മിയുടെ സാന്നിധ്യം അറിയാവുന്ന ആൾക്കാരാണ് ഷെറഫ്, ബോണിയും സ്റ്റെഫിയും ഞാനും. ഇതൊന്നും അറിയാത്ത ആളാണ് ജോണിയുടെ ക്യാരക്ടർ. അതാണ് അതിന്റെ ഹ്യൂമർ.